അയോധ്യ യാത്രയുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പണ്ട് അയോധ്യയിൽ പോയപ്പോ പുറത്തായ ധാരാളം സ്ഥലങ്ങള് ഒരു തിരക്കുമില്ല. അവിടെ ക്ഷേത്രം വരാൻ പോകുന്നു എന്നുള്ള ചിന്തയുണ്ട്. ക്ഷേത്രത്തിന് ഉള്ള പണികൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പണി നടക്കുന്നു. ആ കാഴ്ചകളൊക്കെ അന്ന് കാണുന്നുണ്ട്. അതിനു മുമ്പ് പോയത് വിവേകാനന്ദ ട്രാവൽസിലാണ് പോയത്. എന്റെ ആത്മമിത്രമായുള്ള നരേന്ദ്രനും ഞാനും കൂടെയുണ്ട്. പലയിടത്തിലും കരിങ്കല്ലിന്റെ ശില്പങ്ങളൊക്കെ കുത്തിയിട്ട് പണിയെടുത്ത് ഓരോ സ്ഥലത്ത് കൂട്ടിക്കിടക്കുന്നത് കണ്ടു. എന്തെങ്കിലും അവിടെ ഒരു ക്ഷേത്രം വരും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇന്ന് അയോധ്യയില് അതിമനോഹരമായുള്ള ഒരു ക്ഷേത്രമാണ് പണിതിരിക്കുന്നത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് അയോധ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ ധാരാളം പൈസ ചെലവാക്കും. നമ്മുടെ ഭാരതത്തിൽ അവർ വരുമ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് അയോധ്യയിലെ രാമക്ഷേത്രം. ഏക നാമം മാത്രം. ഈ കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഞാൻ പോയത്. വിശേഷിച്ച് പ്രത്യേകതകളൊന്നും അവിടെ അവകാശപ്പെടാനില്ലെങ്കിലും ജനപ്രളയത്തെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. സാധാരണഗതിയിൽ വളരെ പരിശോധനകൾക്ക് ശേഷമാണ് നമ്മളെ കയറ്റുക. എന്റെ കൂടെ വന്ന ജയശ്രീ കിഷോർ കവയിത്രിയാണ്. അവരെന്തോ അവിടെ സ്വാധീനമൊക്കെ ഉണ്ട്. VVIP പാസ്സൊക്കെ കിട്ടിയിരിക്കുന്നു. അതൊക്കെ കൈവശമുണ്ടെങ്കിലും മണിക്കൂറുകൾ വേണ്ടി വരും അങ്ങോട്ട് കയറിച്ചെല്ലാം. ആ വിഗ്രഹം കണ്ടിട്ട് വികാരാധീനരായിട്ടുള്ള ആളുകൾ ഉണ്ട്. കേരളീയ രീതിയിൽ അല്ല. എന്റെ ഭാര്യ അവിടെ എത്തിയപ്പോഴും വളരെ കരയുകയും വികാരാധീനയാവുകയും ചെയ്തു. അവള് വലിയ രാമന്റെ ഭക്തയാണ്. തുടക്കം മുതൽക്കേ അയോധ്യയിലേക്ക് പോണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ പോയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയുമ്പോ രാമക്ഷേത്രം പണിയണേന് മുമ്പാണല്ലോ ഇപ്പൊ പോണ്ടേന്ന്. രാമന്റെ വിഗ്രഹം ഒരു കറുത്ത വിഗ്രഹമാണ്. രാമൻ കറുത്തവനാണ്, കൃഷ്ണനും കറുത്തവനാണ്. ഭാരതത്തിലെ എല്ലാ പ്രതീകങ്ങൾക്കും അർത്ഥതലം ഉണ്ട്. വെറുതെ ഒരു കളറാണ്ട് പറയല്ല. സൂര്യപ്രകാശം ഒരിടത്ത് തട്ടി എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്തു. അതാണ് വെള്ള. ഒന്നും എടുത്തു വെക്കില്ല. എനിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് വെള്ള കളറിന് പ്രത്യേകത, വെളുപ്പിന് പ്രത്യേകത. നഴ്സുമാരുടെ ഡ്രസ്സ് വെളുപ്പാവാൻ കാരണം അവർ ചെയ്യുന്നത് വളരെ വലിയൊരു സേവന പ്രവൃത്തി. വെള്ള കളർ അതാണെങ്കിൽ മഞ്ഞ വേറെയാണ്. കറുപ്പാകട്ടെ ഏതാ ശ്രേഷ്ഠം എന്ന് പറയാൻ നോക്കില്ല. എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. അവതാര പുരുഷന്മാർ എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ജനപ്രതിനിധി എല്ലാവരുടെയും കൂടിയാണ്, ഒരാളുടെ അല്ല.
ജനപ്രതിനിധി. ജനപ്രതിനിധികൾക്ക് എല്ലാവരുടെ കാര്യം അവർ ശ്രദ്ധിക്കണം, നല്ല ജനപ്രതിനിധികൾ. അതുപോലെ അവതാര പുരുഷന്മാരെ എടുത്താൽ അവരൊരു ഭാഗം ചേരുകയോ ഒരു വ്യക്തിയോട് വിരോധമോ കോപമോ ഇല്ല. അതുകൊണ്ടാണ് രാമൻ എല്ലാം സ്വീകരിക്കുന്നു. അവതാര പുരുഷനാണ്, മര്യാദാ പുരുഷോത്തമനാണ് രാമൻ എന്ന് പറയാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ത്രേതായുഗത്തിലെ കാര്യമാണ്. പിന്നെ ദ്വാപരയുഗം വന്നു, ഇപ്പൊ കലിയുഗമാണ്. എല്ലാവരുടെ ആഗ്രഹവും രാമൻ സാധിക്കുന്നു. കുറച്ച് ആഴത്തിൽ ആലോചിക്കുമ്പോഴാണ് അതിന് ഉത്തരം കിട്ടും. സീതയുടെ ആഗ്രഹമാണ് ഇപ്പൊ നടന്നു മുഴുവൻ. സീതയുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ സീതയുടെ ആഗ്രഹം. രാവണന്റെ ജീവിതം, രാവണനോടും തുല്യമായ സ്നേഹമുണ്ട്. രാവണൻ ആഗ്രഹിച്ച കാര്യമാണ് നടന്നത്. രാമന്റെ കൈകൊണ്ട് മരണം വേണം ആഗ്രഹിച്ചു. രാവണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മരണം ഉണ്ടാവുകയാണെങ്കിൽ ലക്ഷ്മണന്റെ കൈകൊണ്ട് മരിക്കണ്ട, രാമന്റെ കൈകൊണ്ട് വേണം. ആഴത്തിൽ ചിന്തിച്ചാൽ ബാലിയുടെ ആഗ്രഹമായിരുന്നു അത്, സുഗ്രീവന്റെ ആഗ്രഹമായിരുന്നു. ആരോടും ഒരു ഭേദചിന്ത ഇല്ല. അച്ഛന്റെ ആഗ്രഹം നടന്നു, കൈകേയി മാതാവിന്റെ ആഗ്രഹം നടന്നു. രാമന് എന്ന് പറയുന്ന യാതൊരു സ്വാർത്ഥ ചിന്തയും രാമന് ഇല്ല. വീണ്ടും ആഴത്തിലേക്ക് പോവുക, നമ്മുടെ ആഗ്രഹം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചല്ല, ഇങ്ങനെയൊന്നല്ല ഒന്നും പറയണ്ട. നാം ആഗ്രഹിച്ചതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ആഗ്രഹവും, സകല ചരാചരങ്ങളുടെ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് രാമരാജ്യം. ഈ രാമരാജ്യം, യുദ്ധമില്ലാത്ത രാജ്യം നമ്മുടെ മനസ്സിനകത്തുണ്ട്. നാം തന്നെ അത് കണ്ടുപിടിക്കണം. ഒരു യുദ്ധവുമില്ലാത്ത ഒരു സ്ഥലം നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ട്. അവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. രാമന്റെ കാലശേഷവും ധാരാളം രാജാക്കന്മാർ ഭരിച്ചപ്പോ രാമരാജ്യം തന്നെയായിരുന്നു അതിന്റെ അർത്ഥം. എല്ലാവരും സഹകരണത്തോടുകൂടി ജീവിച്ചു. യുദ്ധം ആഗ്രഹിക്കുന്നവർക്ക് യുദ്ധം കിട്ടി. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ, ഓരോ ജീവിതത്തെയും നമ്മൾ ശ്രദ്ധിച്ചാൽ അവരാഗ്രഹിക്കാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രോഗം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരോട് ചോദിച്ചാൽ, നിങ്ങൾ എന്ത് വിട്ടിട്ടാ പറഞ്ഞു രോഗം ഇഷ്ടപ്പെടുക? അവർക്ക് ആ രോഗം ഇഷ്ടമാണ്. കലഹം ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്ത് പറഞ്ഞാലും ഒന്ന് കലഹിക്കണം, അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവതാരം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നാണ് അർത്ഥം. ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവതാര പുരുഷന്മാരിൽ നിന്ന് നമുക്ക് പലതും ചിന്തിച്ച് എടുക്കാനുണ്ട്. ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടത് രാമന്റെ പ്രതിമ. എല്ലാം തന്നിലേക്ക് രാമൻ സ്വീകരിക്കുന്നു. എന്നാൽ അപ്പുറത്ത് രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, രാമപരിവാരം. രാമൻ പരമാത്മാവ്, സീത ഭൂമിപുത്രി,
ഭൂമിയുടെ പുത്രിയാണ്. മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. ലക്ഷ്മണൻ കാലത്തിനെ പ്രതിദാനം ചെയ്തു. അനന്തന്റെ അവതാരം എന്ന് പറഞ്ഞാൽ അനന്തൻ എന്ന് പറഞ്ഞാൽ തുടക്കമില്ല, അവസാനം. ശങ്കരാചാര്യരെ പോലുള്ള പല മഹാന്മാരും നമുക്ക് ചിന്തിക്കാവുന്ന പലതും തന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ വലിയ തിരക്കാണെങ്കിൽ ആ തിരക്കിൽ നിന്ന് ആലോചിച്ചു. ആദ്യവും അവസാനവും ഇല്ല കാലത്തിന്. ആദ്യം അവസാനവും ഇല്ലാത്തതിന് ഒരു കാര്യത്തിന് മധ്യം ഉണ്ടാവും. തുടക്കമില്ല, അവസാനവും ഇല്ല, പിന്നെ എങ്ങനെ മധ്യം ഉണ്ടാവുക? ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ട് മാത്രം കരുതിയാൽ മതി. 100 കൊല്ലം വരെ നമ്മളില്ല, 100 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാവില്ല. അപ്പൊ മധ്യത്തിലുണ്ടോ? അതിന്റെ പേരല്ലേ മായ. ഇങ്ങനെ രാമനെ കുറിച്ച് ആലോചിച്ച് അന്നത്തെ പകൽ മുഴുവൻ രാമക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം എവിടെ ചെല്ലുമ്പോഴും രാമനെ കുറിച്ചുള്ള ഗീതങ്ങൾ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ധാരാളം. അങ്ങനെ അയോധ്യയുമായിട്ട് മാനസികമായിട്ട് അലിഞ്ഞു ചേർന്ന് ഒരു ദിവസം കഴിച്ചുകൂട്ടി. ബാക്കി പ്രയാഗരാജിലേക്ക് പോയ കാര്യം നാളെ പറയാം. നമസ്കാരം.